ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു മെയിനായിട്ട് എയർ ഡ്രോപ്പ് ആയിട്ടാണ്. എയർ ഡ്രോപ്പിൻ്റെ പേര് പ്ലൂം എന്നാണ്. ടോട്ടൽ 30 മില്യൺ ഫണ്ടിങ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് കിട്ടിയിരിക്കുന്നത്. സോ ആരും മിസ്സാക്കാതിരിക്കാൻ നോക്കുക. ഓൾറെഡി ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ നെറ്റ് ജെനസിസ് എന്ന് പറഞ്ഞ മെയിൻ നെറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ട് ഇവർ അലോക്കേറ്റ് ചെയ്തത് 150 മില്യൺ പ്ലൂം ടോക്കണാണ് എന്ത് ചെയ്തത് ഈ ഒരു ജെനസിസിന് മാത്രമായിട്ട് ഇവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂസേഴ്സ് അധികം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൊക്കെ എടുത്ത് നമുക്ക് കാണാൻ പറ്റും ആകെ 12,000 20,000 അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. മാക്സിമം ചിലപ്പോൾ നമ്മൾ സപ്പോസ് എനിക്കൊരു ഇതിൽ 100K അല്ലെങ്കിൽ 200K ആണ് എന്ത് ചെയ്യുക ടോട്ടൽ ഒരു മാക്സിമം ചിലപ്പോൾ യൂസേഴ്സ് വരിക. അതിലെല്ലാവരും ചിലപ്പോൾ ഡെയിലി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഡേ 2 ആയിട്ടുള്ളൂ. ഇന്നിപ്പോൾ 8-ാം തീയതി ആയിട്ടാണ്. അപ്പോൾ ഡേ 3ലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഡേ 3 ആയിട്ടുള്ളൂ. ഡേ 3 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഒരു 100K പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ $10 ടോട്ടൽ ഇതിന് ചിലവാക്കി കഴിഞ്ഞാൽ ഒരു $300 മിനിമം കിട്ടാനുള്ള ചാൻസസ് അവിടെയുണ്ട്. സോ നിങ്ങൾ മാക്സിമം ഇതിലെന്ത് ചെയ്യുക, നമ്മൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുറന്നു പോരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് ഇതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ടെസ്റ്റ് നെറ്റ് പോലെയല്ല 2 ദിവസം ഇതിന് ശേഷം 3-ാമത്തെ ദിവസം ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ പ്രവൃത്തികളൊന്നും പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RWA ഫൈനാൻസ് ആണ്. നമുക്ക് RWA എന്ന് എന്താ അറിയാത്തവർക്ക് റിയൽ വേൾഡ് അസറ്റിനാണ് എന്ത് പറയുക RWA എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് റിയൽ വേൾഡ് അസറ്റ്? നമ്മൾ സാധാരണ കാണുന്ന വല്ല റിയൽ എസ്റ്റേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വല്ല കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ബോൺസ്, IP, ഇൻവോയ്സസ്, ഇതൊക്കെയാണ് റിയൽ വേൾഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു ടോക്കണൈസ് ചെയ്ത് ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് എന്താ പറയുക RWA എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് RWA ഫൈനാൻസിലുള്ള സാധനങ്ങൾ എന്താണ് റിയൽ വേൾഡ് അസറ്റ് ആക്കിയിട്ട് അതിനെ ട്രേഡിംഗ് രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനുള്ളൊരു നെറ്റ്വർക്കാണ് എന്ത് സാധിക്കുന്നത്, പ്ലൂം എന്ന ബ്ലോക്ക് ചെയിൻ ആയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇതൊരു L1 ചെയിൻ പോലെ തന്നെയാണ്. അപ്പോൾ പ്ലൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെയിനിൽ ഫണ്ട് മതി. അപ്പോൾ മെറ്റാമാസ്കിൽ ബേസിലോ BSCയിലോ എതീറിയത്തിലോ ആർബിട്രത്തിലോ അങ്ങനെ ഏതെങ്കിലും ഒരു L2ൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഒരു ടോക്കണായിട്ട് എതീറിയോ അല്ലെങ്കിൽ USDC USDT ഏതെങ്കിലും ഒരു ടോക്കണായിട്ട് ഫസ്റ്റ് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ബ്രിഡ്ജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാമാസ്കിലോട്ട് ഇതുവരെ ഫണ്ട് കൊണ്ടുവരാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി വന്ന് ചോദിച്ചാൽ മതി എങ്ങനെ സ്റ്റെപ്പ് എന്നുള്ളത്. നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ടോക്കൺ മേടിക്കണം. USDCയോ USDTയോ അങ്ങനെ ഏതെങ്കിലും ടോക്കൺ മേടിക്കുക. മേടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ അവിടെ ട്രേഡ് ചെയ്തിട്ടൊന്നെങ്കിൽ എതിരുക. അതിന് അതിന് ശേഷം മെറ്റാമാസ്കിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും വിശ്വസ്ത ആരെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു 5 USDT ആരെങ്കിലും അയച്ചു തരാൻ പണി അതിനുള്ള ഫണ്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരായിട്ട് ട്രേഡ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ USDT നിങ്ങളുടെ മെറ്റാമാസ്കിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ചെയ്യണം. ബ്രിഡ്ജ് എന്താണ്, നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ചെയിനിലായിരിക്കും ടോക്കൺ ഉണ്ടാവുക. അതിനെന്ത് ചെയ്യണം, നമുക്ക് പ്ലൂം ബ്ലോക്ക് ചെയിനിലോട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് ബ്രിഡ്ജ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്കോട് സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോക്കൺ എവിടെ കിടക്കുന്നതായിക്കോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ടോക്കൺ കിടക്കുന്നത് ഇപ്പോൾ USDT ബൈനാൻസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു $2 ഉണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് നല്ല രീതിയിൽ കോസ്റ്റ് ചെയ്യാം. കാരണം ഒരു പ്ലൂം ടോക്കണിൻ്റെ വില 0.1 സംതിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കോസ്റ്റുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു $5 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബ്രിഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ $5 അടിച്ചു. അതിനുശേഷം ഇതിലേക്ക് വന്നത് പ്ലൂം നെറ്റ്വർക്കിലെ പ്ലൂം എന്ന ടോക്കണായിട്ട് എന്ത് ചെയ്യുന്നത് ഞാൻ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കാണിക്കും, അതായത് ഭയങ്കരമായിട്ട് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാർ ഗേറ്റ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേ സെയിം പ്രോസസ് വേണമെങ്കിൽ ചെയ്യാം. അവിടെ പ്രൈസ് കുറവുണ്ടോ നോക്കുക. ഇപ്പോൾ എനിക്കിവിടെ $5 കൊടുത്ത് എനിക്ക് കിട്ടുന്നത് $4.81 വർത്തായിട്ടുള്ള ടോക്കൺ ആണ് കിട്ടുന്നത്. അതായത് 38 ടോക്കണാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്പിന്നുണ്ട്. സ്പിന്നിനൊക്കെ ഡെയിലി നമുക്ക് 2 പ്ലൂം ടോക്കൺ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം സ്ട്രാറ്റജി ഒക്കെ. അപ്പോൾ ഞാൻ എന്താണ്, അപ്രൂവ് ആൻഡ് സ്വാപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റാബി വാലറ്റ് തുറന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അപ്രൂവ് ചെയ്യുക. ഞാനിവിടെ സൈൻ കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൺസ്റ്റൻ്റ് യൂസ് ചെയ്യുന്നത് റാബി വാലറ്റ് ആണ്. കാരണം മെറ്റാമാസ്ക് നല്ല സ്ലോ ആണ് തുറന്നു വരാൻ, ഓപ്പൺ ആകുക. അപ്പോൾ കൂടുതൽ എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അതിനുള്ള കുറേ നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, നമുക്ക് ഇത്ര അധികം ലാഗ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും സൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യാം, നമുക്ക് റാബി വാലറ്റ് യൂസ് ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ വാലറ്റ്സ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്ലൂം ടോക്കൺ 38 പ്ലൂം ടോക്കൺ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വരെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം പ്ലൂം ടോക്കൺ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല. ഇനിയാണ് നമുക്ക് പോകേണ്ടത്, ഇവിടെയാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ലെവലപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റുകൾ ഉണ്ടാവും. ക്വസ്റ്റ് 1 2 3 4 5 6 അങ്ങനെ 6 ക്വസ്റ്റുകൾ ഇപ്പോൾ ആക്റ്റീവ് ആണ്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇത് ഡെയിലി ചെക്കിനാണ്. ഡെയിലി ചെക്കിനിൽ നമുക്ക് ഡെയിലി ചെക്കിനല്ല, ഡെയിലി സ്പിന്നാണ്. അവിടെ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലൂം ടോക്കൺ തന്നെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ കുറച്ച് റാഫിൾ ടിക്കറ്റ്സ് ഒക്കെ കിട്ടാം.
അപ്പോൾ അവിടെ നമുക്ക് 36,000 പാർട്ടിസിപ്പൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ കണ്ടില്ലേ 13,000 14,000 അത്ര പാർട്ടിസിപ്പൻസ് ആകെ ഉള്ളൂ. ഞാനിപ്പോൾ 100K നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത്രയും കുറവ് പാർട്ടിസിപ്പൻസ് ചിലപ്പോൾ എത്ര 100K വന്നാലും, അതായത് 1,00,000 ആൾക്കാർ വന്നാലും അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അലോക്കേഷൻ കിട്ടും. സോ അങ്ങനെ ഒരു നല്ല സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആണെന്ന് വരാം. അതിന് മുന്നേ നമുക്ക് പ്രൊഫൈലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പ്രൊഫൈൽ വന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സും നിങ്ങളുടെ ഡിസ്കോഡും കണക്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് റെഫർ ലിങ്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്നുണ്ട് കുറച്ച് ബാഡ്ജസ് ഉണ്ട്. ഈ ബാഡ്ജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഈ ഇതിൽ കാണുന്ന നിങ്ങൾ ഓരോ ക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ബാഡ്ജ് അൺലോക്ക് ആവും. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ചെയ്തു, അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ബാഡ്ജ് അൺലോക്ക് ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡെക്സിൽ പോയിട്ട് അവർ പറഞ്ഞ സ്ഥലത്ത് സ്വാപ്പ് ചെയ്തു, അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ലക്കി ഡ്രോ കറക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ കിട്ടുന്ന കുറേ ബാഡ്ജസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്കോഡിൽ കിട്ടുന്ന റോള് കളിക്കുന്നുണ്ട്, ഇവിടെ ബാഡ്ജസ് ഉണ്ട്. അപ്പോൾ ഈ റോളുകളും സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിസ്കോഡിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കോഡിൽ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്കോഡിൽ നമുക്ക് റോള് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ വന്ന് റോൾസ് ഇൻഫോയിൽ കുറേ റോളുകൾ പറയുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ഞാൻ അന്ന് പോയപ്പോൾ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗൂൺ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോയിന്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, വേറെ കുറച്ച് അഡീഷണൽ റോളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ബൈ ചെയ്തെടുക്കാൻ പറ്റും. പൈസ കൊടുക്കണ്ട, പക്ഷേ പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ബൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെ റോൾ കിട്ടുന്നുള്ളത് ഡിസ്കോഡിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ബാഡ്ജസ്. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ബാഡ്ജസ് ഒക്കെ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം ഓരോ ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ലെവലിൽ പോകാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റൻ കഴിഞ്ഞാൽ ഗെറ്റ് സെറ്റ് വിത്ത് എസെൻഷ്യൽ യൂട്ടിലൈസ് പ്രീമിയം റൂഫൈ. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് 12,000 പേര് എന്തുണ്ട്, യൂസേഴ്സ് കംപ്ലീറ്റഡ് ദിസ്. ഇപ്പോൾ 12,000 പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ 50 പോയിന്റും ആ ഒരു ടോട്ടൽ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ബ്രിഡ്ജ് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് എന്ത് 25% കംപ്ലീറ്റ് ആകുന്നത്. കണ്ടില്ലേ, ബ്രിഡ്ജ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ വന്നത് മിന്റ് PUSD ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഒന്നുണ്ടെങ്കിൽ USDC അല്ലെങ്കിൽ USDT നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്വസ്റ്റൻ എന്ത് ചെയ്യണം, ഈ റൂസ്റ്റർ പ്രോട്ടോകോൾ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഈ റൂസ്റ്റർ പ്രോട്ടോകോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റൂസ്റ്റർ പ്രോട്ടോകോൾ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലൂൺ ടോക്കിൾ വരാതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ PUSD ഉള്ളത് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, USDC എന്ന് അടിച്ചു കൊടുക്കുക. എൻ്റെ USDC സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു PUSD എന്നൊരു ടോക്കൺ ഉണ്ട്. ഞാൻ അതിന് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതെല്ലാം എടുക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ളത് പ്ലൂം ടോക്കൺ ആണുള്ളത്. അപ്പോൾ പ്ലൂം ടോക്കൺ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടോക്കൺ അടിച്ച് സ്വാപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, USDCയിലോട്ട് മാറ്റുക. ഏത് നെറ്റ്വർക്കിലുള്ളത്, പ്ലൂം നെറ്റ്വർക്കിലുള്ള USDCയിലോട്ട് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഗ്യാസ് ഫണ്ട് കാണാൻ പറ്റും 0.0059. വളരെ ചെറിയൊരു എമൗണ്ടാണ് ഇപ്പോൾ ഗ്യാസ് ഫീഡിങ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കിവിടെ USDC നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയിട്ടില്ല. കൺഫേം സ്വാപ്പ് കൊടുക്കണം. അതിനുശേഷം മാത്രമേ എന്താ ഉള്ളൂ, നമുക്ക് ഈ ഒരു സ്വാപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ അപ്രൂവ് USD കൊടുത്തു, സൈൻ കൊടുത്തു, കൺഫേം കൊടുക്കുക. ട്രാൻസാക്ഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, അപ്രൂവ് ആയതിന് കുറച്ച് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്ത് കിട്ടി, നമുക്ക് പ്ലൂം നെറ്റ്വർക്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, USDC കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇനി പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യാണ് ഇവിടെ PUSD എടുക്കാൻ വന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിയൽ വേൾഡ് സെറ്റിലേക്ക് വരും. അവിടെ നിശ്ചയിച്ചിട്ട് അവിടെ ദീർഘയാക്കി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്ലൂം നെറ്റ്വർക്ക് ആക്കുക, USDC ആക്കുക. അതല്ല നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്തുകൊണ്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, PUSD ആണ് മിന്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മാക്സിമം എന്താണ്, ഒരു 0.1 കൊടുക്കുകയാണ്. 0.1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 0.1 കൊടുക്കുന്നത്. എൻ്റെ ഇവിടെ 0.25 ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. മിന്റ് പ്ലൂം USD എന്ന് പറഞ്ഞ ടാസ്ക് എന്ത് ചെയ്തു, ഇവിടെ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പോർട്ടലിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഫിനിഷ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ടില്ല, അത് ഫിനിഷായി. അപ്പോൾ മൂന്ന് ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്ത ആംബിയൻ ഫിനാൻസ്. നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആംബിയൻ ഫിനാൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, മൊണാഡിൽ നമ്മൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഫിനാൻസ് ആണ് എന്ത്, ആംബിയൻ ഫിനാൻസ് വന്നത്. അതിൻ്റെ പ്ലൂമിൻ്റെ സെക്ഷനാണ് എന്ത്, നമുക്ക് ഇവിടെ കാണുന്ന ആംബിയൻ ഫിനാൻസ്. ഇവിടെ വരിക, നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് കൊടുക്കുക, റാബി വാലറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്താണ്, എന്തെങ്കിലും ഒരു സ്വാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നിന്നുണ്ട്, എനിക്ക് ഓൾറെഡി 0.1 PUSD എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള 0.1 PUSD എന്ത് ചെയ്യുക, പ്ലൂം നെറ്റ്വർക്ക് എന്ത് തിരിച്ചിങ്ങോട്ട് സ്വാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അപ്രൂവ് PUSD കൊടുക്കുന്നു. നമ്മുടെ വാലറ്റിൽ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യുക, സൈൻ ചെയ്യുക. അതിനുശേഷം ഞാൻ സ്വാപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ ആ ട്രാൻസാക്ഷൻ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓൾറെഡി 6 ട്രാൻസാക്ഷൻ ആയ എൻ്റെ പ്ലൂം നെറ്റ്വർക്കിൽ. അതിനുശേഷം ഇവിടെ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് എന്ത് കാണിച്ചതു, ഞാൻ 50 പ്ലൂം പോയിന്റ്സ് പ്ലസ് പ്ലൂ എന്ന് വരുന്നുണ്ട്. പിന്നെ ന്യൂ ബാഡ്ജ് എന്ത് ചെയ്തു, അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ് 1 തീർന്നു. ഇനി നമുക്ക് ക്വസ്റ്റ് 2ലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ് 2 ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളതാണ്, ഇതിൽ 4 ടാസ്കുകളാണുള്ളത്. ഇതിനെന്താണ്, നമുക്ക് ബാഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാഡ്ജ് ഉണ്ടെന്ന് ഉറപ്പല്ല. അപ്പോൾ നമുക്ക് സ്റ്റേക്ക് ഇൻ ടു നെസ്റ്റ് ആൽഫ വോൾട്ട് എന്ന് പറഞ്ഞാൽ 10.5% API കിട്ടുന്ന പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടോക്കൺ എന്ത് ചെയ്യണം, N ആൽഫയിലേക്ക് മാറ്റിയിട്ട് അത് സ്റ്റേക്ക് ചെയ്യാൻ ഇടാൻ പറയുന്നത്.
അപ്പോൾ സ്റ്റേക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ അർത്ഥം അത് സ്ഥലത്ത് ലോക്ക് ചെയ്തിടുക. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കണ്ടില്ലേ നമുക്ക് കൂൾ ഡൗൺ ടൗൺ ഉണ്ട്, നമുക്കത് സ്റ്റേക്ക് ചെയ്തിട്ട കോയിനെ 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്, PUSD ഉണ്ട്. ആ PUSD നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തിട്ട് N ആൽഫയിലോട്ട് നമ്മൾ എന്താണ് സ്റ്റേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു 0.1 വീണ്ടും ഒരു ചെറിയ എമൗണ്ട് മാത്രമേ അടിക്കണുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, അത് അപ്രൂവ് ചെയ്യുക. നിങ്ങൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു സ്വാപ്പിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വന്ന് എടുക്കണ്ടോ, അത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ടോക്കൺ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അത് അപ്രൂവ് ചെയ്താൽ മാത്രം എന്തില്ല, ആ ട്രാൻസാക്ഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ സ്വാപ്പ് ചെയ്യണം, കണ്ടില്ലേ മിൻറ്റ് തോന്നാണ്ടില്ലേ, നമ്മൾ അപ്രൂവ് ചെയ്തോളൂ, നമ്മളെ വാലറ്റിലേക്ക് നമ്മൾ അപ്രൂവ് ചെയ്തു. ഇനി മിൻറ്റ് ചെയ്തെടുക്കുക. ഏത്, നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യണം, മിൻറ്റ് ചെയ്യാൻ പോകണം. ഏതിനെ, N ആൽഫ എന്ന ടോക്കൺ നമ്മൾ എന്ത് മിൻറ്റ് ചെയ്യാൻ പോകണം. ഓരോന്നിനും നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് ഗ്യാസ് ഫീ കൂടെ എന്ത് ചെയ്യുക, അപ്പോൾ ചെക്ക് ചെയ്ത് തന്നെ പോവുക. ഇവിടെ പറഞ്ഞു നമ്മൾ ലോക്ക് ചെയ്തതിന് പോയിന്റ് എന്നുള്ളൂ. ഇനി നമുക്ക് റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ടു വാലറ്റ് കൊടുക്കാം. എന്തിനാണ് ആഡ് ടു വാലറ്റ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ എതീരത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ട്രാൻസാക്ഷനുള്ളിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റാബി വാലറ്റ് എനിക്ക് എങ്ങനെയാണെന്നില്ല, മെറ്റാമാസ്കിൽ സിമ്പിളായിട്ട് കൊടുത്താൽ മതി, ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0.09 N ആൽഫ എന്ന ടോക്കൺ നമ്മൾ എടുത്തിട്ടുണ്ട്. റിഡീം ചെയ്യണമെന്ന് എന്ത് ചെയ്യണം, ഈ സാധനത്തിന് ഇങ്ങോട്ട് റിഡീം ചെയ്യണമെങ്കിൽ ഇനി ജൂൺ 15 മാത്രമേ എന്നേ ഉള്ളൂ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഒരു ടോക്കൺ എനിക്ക് തിരിച്ച് PUSD ആയിട്ട് എനിക്ക് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ വന്ന് നോക്കുക, ഈ ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്വാപ്പ് N ആൽഫ ഓൺ റൂസ്റ്റർ അവർ RWDEX. അത് റൂസ്റ്റർ എന്ന് പറയുന്നത് N ആൽഫേനെ PUSD ആയിട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടാസ്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ എന്തുണ്ട്, N ആൽഫ ഉണ്ട്, അതിനെ PUSD കൺവേർട്ട് ആക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യുക, ഒരു 0.1 തന്നെ കൊടുക്കുകയാണ്. അതിന് എന്ത് ചെയ്യണം, PUSD കൊടുക്കാൻ വന്നത്. അപ്പോൾ ഇൻസഫിഷ്യൻ N ആൽഫ ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് 0.01 കൊടുക്കാൻ പറ്റും, നോക്കാം, അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ 0.02 കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സ്വാപ്പ് കൊടുക്കുകയാണ്, അപ്രൂവ് കൊടുക്കുക, കൺഫേം സ്വാപ്പ് കൊടുക്കുക. ഇവിടെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവില്ല. അവിടെ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കംപ്ലീറ്റ് ആവാത്ത ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റെപ്പിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ഓപ്ഷൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ കംപ്ലീറ്റ് എന്ന സെക്ഷൻ കണ്ടാൽ മാത്രമേ എന്തേ ഉള്ളൂ, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിവിടെ വന്ന് നോക്കാം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റേക്ക് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ പോവുക. ഞാൻ നിങ്ങൾ എടുക്കുന്ന നോക്കണ്ട, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റിലോട്ട് പോകും. അതിനുശേഷം എന്ത് ചെയ്യുക, മിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള PUSD അടിച്ചു കൊടുക്കണം. നമുക്ക് ഇവിടെ 0.1 അടിച്ചു കൊടുക്കണം. നമുക്ക് 0.01 അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 0.1 അടിച്ചു കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, അപ്രൂവ് PUSD കൊടുക്കുക. എൻ്റെ ഇപ്പോൾ വാല്യൂ ഇല്ല, ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് വാല്യൂ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്രൂവ് PUSD കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ എററൊക്കെ വരാമെന്ന് വിചാരിക്കുക. സിമുലേഷൻ ഫീൽഡിൽ അങ്ങനെ എറർ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ റാബി വാലറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ സൈറ്റിൽ നിന്ന് അത് ഡിസ്കണക്ട് ചെയ്തിട്ട് മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്ത് സക്സസ് ആയത്. അപ്പോൾ അങ്ങനെ എറർ വരണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളുടെ ബ്രൗസർ വാലറ്റ് മാറ്റുക, വേറെ വാലറ്റുകൾ ഏതെങ്കിലും യൂസ് ചെയ്യുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. OKX അതിലേക്ക് എന്ത് ചെയ്യണം, സെയിം വാലറ്റ് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. റാബി വാലറ്റ് ആയാലും മെറ്റാമാസ്ക് ആയാലും സെയിം വാലറ്റ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യും, സക്സസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ആ പോർട്ടലും സക്സസ് ആയി കണ്ടു. നാലാമത്തെ ടാസ്ക് വന്നത് ട്രഷറി വോൾട്ടിലേക്ക് എന്താണ് സ്റ്റേക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടേക്ക് വന്നു. അപ്പോൾ എനിക്കിവിടെ എന്തുണ്ടായില്ല, എനിക്ക് USDC അതായത് PUSD ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്കിവിടെ ഗെറ്റ് PUSD വയ്ക്കാൻ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെ കൺഫേം ചെയ്യുക. അതായത് നിങ്ങൾക്ക് USDC മിൻറ്റ് ചെയ്തെടുക്കുക, സ്വാപ്പ് ചെയ്തെടുക്കുക. USDC ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഈ ഒരു സാധനത്തിന് എന്ത് ചെയ്യുക, വീണ്ടും PUSD ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അത്രയുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടാണ്. അപ്പോൾ 0.1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടു ചെയ്തത് മെറ്റാമാസ്ക് ആയിരുന്നു. അപ്പോൾ മെറ്റാമാസ്കിൽ എനിക്ക് ഒരു പോപ്പപ്പ് വന്നത് വാർണിംഗ് ആയിട്ട് വലിയൊരു എമൗണ്ട് വന്ന് ഗ്യാസ് ഫീഡ് കാണിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ റാബി വാലറ്റ് ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കുകയാണ്, സൈൻ ചെയ്യാനായിട്ട്. നേരത്തെ കൊടുത്ത പോലെ 0.1 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിന് കുറവായിട്ടുള്ള ഫീസൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മാക്സിമം ആയിട്ട് കൊടുക്കുന്നത് അല്ല, ഏറ്റവും മിനിമം ആയിട്ട് 0.19 കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ റാബി വാലറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു. പക്ഷേ ഞാനത് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ആ ട്രാൻസാക്ഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാലറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വാലറ്റ് സ്വിച്ച് ചെയ്യുക. ഒന്നില്ലെങ്കിൽ റാബി വാലറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റാ വാലറ്റ് യൂസ് ചെയ്യുക, മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിക്വിഡിറ്റി ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ എന്ത് വേണം, 2 ടോക്കൺ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ടോക്കണാണ് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകണം, നമ്മൾ കഴിഞ്ഞ ടാസ്കിലൊക്കെ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞ ട്രഷറിലൊക്കെ നമ്മൾ കുറേ ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 2-10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് റെഡീം ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഫണ്ടിലേക്ക് മാറ്റി കൊടുത്തത്. ഇവിടെ വയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ച് സ്വാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിഡീം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ടോക്കണെ തിരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു PUSD മാറ്റുക.
നേരെ ചെയ്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, നേരെ റിവേഴ്സ് ചെയ്യുക. PUSDs നിന്ന് USDs മാറ്റുക, USDs നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്ലിയൂം ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ റൂസ്റ്റർ പ്രോട്ടോക്കോളിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി പെയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം പലതരത്തിലുള്ള കുറേ തരത്തിലുള്ള ലിക്വിഡിറ്റി പെയേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള 2 ടോക്കൺസ്, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്, PUSDയും പ്ലിമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ടോക്കൺ ഏതെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു USDCയും PUSD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ളത് PUSDയും പ്ലിയുമാണ്. അപ്പോൾ ഞാൻ എന്ത് ഡെപ്പോസിറ്റ് കൊടുക്കുകയാണ്. ഡെപ്പോസിറ്റ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ താഴെ ന്യൂ ഡെപ്പോസിറ്റ് എന്ന് കാണാൻ പറ്റും, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് വോളറ്റിലിറ്റി കുറവുള്ള വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നാരോ എടുക്കാം, കൂൾ വേണമെങ്കിൽ എക്സ്പോണൻഷ്യൽ എടുക്കാം. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ റിസ്ക് കൂടും, ചിലപ്പോൾ അത് ഒരു ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് വരും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെറിയ എമൗണ്ട് കൊടുക്കാനാണ് 0.001 എന്ന് പറഞ്ഞ എമൗണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഡെപ്പോസിറ്റ് കൊടുക്കുക. അതിനുശേഷം ആ ടോക്കൺസ് വെരിഫൈ ചെയ്യുക, അപ്രൂവ് USD കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് കൺഫേം ചെയ്യുക. സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. നിങ്ങളിവിടെ കാണാൻ പറ്റും ഗ്യാസ് ഫീ ആയിട്ട് തന്നെ $0.10 ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിനുള്ള ഫണ്ടും പോകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുള്ള ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഫണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ സർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനൊന്നും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റി ക്വസ്റ്റ്യൻ 3യും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഇവിടെ പോവുക. ഞാൻ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നമ്മൾ സോളറിലേക്ക് പോകുന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിവിടെ പോയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ളതാണ്. നമുക്കിവിടെ ലെൻഡ് ചെയ്യണം, ബോറോ ചെയ്യണം, അതുപോലെ തന്നെ ലെവറേജിൽ ലൂപ്പിംഗ് ചെയ്യണം എന്നുള്ള ടാസ്കുകൾ മാത്രം നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്തു, നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നു. ഏതാണ് പറ്റിയത്? അപ്പോൾ ഞാൻ ഇവിടേക്ക് വരിക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സെറ്റ് ഉള്ളത്, പ്ലൂം ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, പ്ലൂം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ പ്ലൂം ഉണ്ടെങ്കിൽ പ്ലൂം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി WP സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, വെയ്റ്റഡ് പ്ലൂം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ റാപ്പിഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലൂം സെലക്ട് ചെയ്യാം. ഈ കാണുന്ന പ്ലൂമില്ലേ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സപ്ലൈ കൊടുക്കുക. സപ്ലൈ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ചെറിയ എമൗണ്ട് 0.1 2 എത്രയെങ്കിലും എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്ലൈ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സപ്ലൈ പ്ലൂം കൊടുക്കുക. ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഒരു ബോറ കൊടുക്കുക. ബോറോ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ എമൗണ്ട് മാത്രം ബോറോ ആക്കിയാൽ മതി. 0.01 എത്ര ചെറിയ എമൗണ്ട് എന്ത് ചെയ്യുക, ബോറോ ചെയ്യുക. ബോറോ പ്ലൂം കൊടുക്കുക, ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത്രയും ചെയ്ത് എന്ത് ചെയ്യുക, അടുത്ത് ലൂപ്പിങ്ങിലേക്ക് വരിക. ലൂപ്പിങ്ങിലേക്ക് വന്ന ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള നെസ്റ്റ് ആൽഫ വോൾട്ടിൽ നമുക്ക് എന്തുണ്ട്, കുറച്ച് പൈസ കിടക്കും. നമ്മൾ N ആൽഫ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൂപ്പ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്ന ശേഷം ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു 0.01 അത് കൊടുത്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, ലൂപ്പ് N ആൽഫ കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇവിടെ അപ്രൂവ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് 3 ചെയ്തെന്ന് വരും. നമ്മൾ നേരെ പ്ലൂം പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 ടാസ്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പോയിന്റും കിട്ടും, ബാഡ്ജും അൺലോക്ക് ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ് 4ഉം കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ് 5 ആണുള്ളത്. അപ്പോൾ ബുള്ളിഷ് ഓൺ പ്ലൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലൂം സ്റ്റേക്കിംഗ് ആണ്. പ്ലൂം സ്റ്റോക്കിംഗ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഇവിടെ സ്റ്റേക്ക് എന്നതിന് ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലൂം സ്റ്റേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 5% APY കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് 5% എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെർ ഇയർ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ 0.1 അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ 4 ടോക്കണാണ് കൊടുത്തത് ഇപ്പോൾ സ്റ്റേക്ക് ചെയ്യാനായിട്ടുള്ളൂ. കണ്ടില്ല, 4 ടോക്കൺ സ്റ്റേക്ക് ആയിട്ടുണ്ട്. ആകെ $1 വാല്യൂ പോലും ഇല്ല. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡെലിഗേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചൂസ് ചെയ്യാം. PNPയോ അല്ലെങ്കിൽ DSRയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റേക്ക് കൊടുക്കുക. സ്റ്റേക്ക് കൊടുത്താൽ പറ്റും, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. നിങ്ങളുടെ പോർട്ടൽ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അടുത്ത് ക്വസ്റ്റ് 6 ആണ്. ക്വസ്റ്റ് 6ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡെയിലി ചെയ്യാനുള്ള ആകെ ഒരു ടാസ്ക് വന്നത്. ഡെയിലി സ്പിന്നാണുള്ളത്. അപ്പോൾ ഡെയിലി സ്പിൻ എന്ത് വേണം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡെയിലി സ്പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിന്നിന് നിങ്ങൾക്ക് 2 പ്ലൂം ടോക്കൺ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങൾ ഡെയിലി കുറച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഫണ്ട് ചിലവാകുന്ന ഇവിടെ ആയിരിക്കും. എൻ്റെ ഓൾറെഡി സ്പിന്ന് കഴിഞ്ഞു. ഞാൻ 2 പ്ലൂം ടോക്കൺ കൊടുത്ത് എനിക്ക് 5 പ്ലൂം ടോക്കൺ കിട്ടി. അപ്പോൾ ചിലത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ സ്പിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ആയിരിക്കും കിട്ടുക. എന്താണ് ടിക്കറ്റ്, നിങ്ങൾക്ക് ലോട്ടറി പോലെ. അതായത് ഒരു സമ്മാനം BYD സീലാണ്, 2 ആപ്പിൾ വിഷൻ പ്രോ ഉണ്ട്, 3 DG അവതാര ഡ്രോൺ ഉണ്ട്, പിന്നെ നിന്റെൻഡോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഗിഫ്റ്റുകൾ എടുക്കുന്നുണ്ട്, പിന്നെ 100 സ്വാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ടിക്കറ്റുകളാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ റാഫിൾ ടിക്കറ്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഈ ടിക്കറ്റ് എന്ത് ചെയ്യും, ഇതുപോലെ റാഫിളിലേക്ക് പോകും. ആഡ് ടിക്കറ്റ്സ് കൊടുക്കും. നിങ്ങൾക്ക് കിട്ടിയ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് ടിക്കറ്റ്സ് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റാഫിൾ ടിക്കറ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതെന്നാണോ നിങ്ങൾക്ക് എടുക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ടിക്കറ്റോട് കയ്യിലുള്ള അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമ്മാനം കിട്ടും. അപ്പോൾ ഇവിടെ സ്പിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് 2 പ്ലൂമും ബായും ഉണ്ടെങ്കിൽ ഇതുപോലെ പ്ലൂം ടോക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അൺലക്കി ആയിരിക്കും. അൺലക്കി കിട്ടിയാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് ഒരു ബാഡ്ജ് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ 3 പ്രാവശ്യം അൺലക്കി കിട്ടിയാൽ മാത്രമാണ് ആ ബാഡ്ജ് ഇവിടെ കിട്ടുന്നുള്ളൂ ബാഡ്ജിൽ. പക്ഷേ കുറേ പ്രാവശ്യം കിട്ടി എന്ത് കിട്ടില്ല, നമുക്ക് ബാഡ്ജ് കിട്ടില്ല. അപ്പോൾ ഈ ടാസ്ക് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ചില ക്വസ്റ്റുകൾക്ക് നമുക്ക് ചില ക്വസ്റ്റുകൾക്കല്ല
ചില ബാഡ്ജസിന് നമുക്ക് ഡെയിലി സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യണം. 20 ഡേ സ്ട്രീക്ക്, 30 ഡേ സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്ത് വരും? പ്ലൂൺ ടോക്കൺ ചിലവാകും. അതിനായിട്ട് എന്ത് വേണം? ഫണ്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് മാത്രം ഡെയിലി സ്പിൻ ചെയ്താൽ മതി. 2 ദിവസം 3 ദിവസം ചെയ്തിട്ട് മാത്രം ചെയ്യാൻ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ലെസ്റ്റിലേക്ക് വന്നിട്ട് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ലീഡർ ബോർഡ് അപ്ഡേറ്റ് ആവുന്നത് പതുക്കെ അപ്ഡേറ്റ് ആവുള്ളൂ. ഇവിടെ 0 PP ആണ് കാണുന്നത്. ഇപ്പം ഞാൻ ഇത്ര പോയിന്റ്സ് കിട്ടി, എന്തുകൊണ്ട് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നില്ല? കാരണം എല്ലാ ദിവസം ഒരു 5 മണി സമയമാകുമ്പോൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് റിഫ്ലക്റ്റ് ആവുക. ഇനി എനിക്ക് ഇവിടെ വെളുപ്പിന് 2 ആയിട്ടുള്ളൂ, ബാക്കി 5 മണിയാകുമ്പോൾ എന്ത് ചെയ്യും? ഈ പോയിന്റ്സ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഡെയിലി സ്പിൻ ഇറക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറണ്ട് ടയർ കാണാൻ പറ്റും. എൻ്റെ ടയറിൻ്റെ സ്പാരോ ആണ്. ഇനി PGNലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ ലിൽ ഗൂൺ എന്ന് പറഞ്ഞ റോള് വേണം. ലിൽ ഗൂൺ എന്ന് പറഞ്ഞ റോള് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ലിൽ ഗൂൺ ലെവൽ 10 ആവണം. ഞാനൊരു കുറച്ച് നേരം ചാറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ലെവൽ 1 ആയി. ലെവൽ 10 എത്തണമെങ്കിൽ 1 മിനിറ്റ് എന്തുണ്ട്? ഇവിടെ ജനറലിൽ ടൈം ഔട്ട് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഞാനിവിടെ ബൈ ഇപ്പോൾ സി യു സൂൺ എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൊടുക്കുകയാണ്. ഞാൻ വെറുതെ ഒരു വെറുതെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ റോൾ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു റോൾ എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടേക്ക് വന്ന ശേഷം എന്താണ് എനിക്കിവിടെ ഞാൻ ഡിസ്കോഡിൽ വന്ന ശേഷം എൻ്റെ റോൾ ഇൻഫോയിൽ കണ്ടാൽ എനിക്കറിയാം ലെവൽ 10 എത്തണം. നിങ്ങളുടെ ലെവൽ എവിടെയാണ് അറിയുക? നിങ്ങൾ ഓരോ പ്രാവശ്യം ലെവൽ അപ്ഡേറ്റ് ആകുമ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി ലെവലിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങൾ ലെവൽ 1 എത്തി, ലെവൽ 2 എത്തി പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ലെവൽ 10 എത്തി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്കിവിടെ റോള് അത് അസൈൻ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലെവൽ 10 എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിൽഗൂൺ റോൾ കിട്ടും. അപ്പോൾ റിക്വയർമെന്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ 3 ട്രേഡ് ഏതെങ്കിലും സ്വാപ്പ് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്വാപ്പ് ഇല്ല, തിരിച്ചിട്ട് സ്വാപ്പ് ചെയ്യുക. പിന്നെ 2 ഡേ ഡെയിലി സ്പിൻ സ്ട്രീക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 2 ഡേ നിങ്ങളുടെ ഫണ്ടിന് നിങ്ങൾ ഡെയിലി സ്പിൻ സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യുക. 2 ഡേ വെച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പിൻവലിക്കാൻ നിൽക്കേണ്ട, അതവിടെ കിടന്നോട്ടെ. ഇത്ര ചെയ്ത് എന്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബാഡ്ജ് കിട്ടും. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റോൾ കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? ഇത് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇത് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം, അല്ലാന്ന് എന്ത് ചെയ്യുക? ഇപ്പോൾ വില കുറവാണ്, പ്ലൂൺ ടോക്കൻ്റെ വില ഫണ്ട് ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പിന്നത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, നിങ്ങളുടെ സ്ട്രാറ്റജി ചെയ്യുക. ഈ റാവൻ ഫോളിലേക്ക് വന്ന് ഇവിടെ കാണാൻ പറ്റും ഒരു റെഫറിൽ വേണം, പക്ഷേ ഡിസ്കോഡ് റോളൊന്നും വേണ്ട, പക്ഷേ 20 ബാഡ്ജ് വേണം. അതുപോലെ തന്നെ 20 ഡേ ഡെയിലി സ്പിൻ സ്ട്രീക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു റെഫറിലുണ്ട് 20 ബാഡ്ജ് സെറ്റായ മാത്രം നിങ്ങൾ എന്താ മതി? ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ സമയത്തേക്ക് എന്ത് ചെയ്താൽ മതി? ഫണ്ട് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ 15 ട്രേഡ് വേണം. പ്ലൂം ടോക്കൻ 5 ദിവസത്തിന് മേലെ എന്താണ് സ്റ്റേക്ക് ചെയ്ത് വെച്ചാൽ ഇത് എളുപ്പമാണ്. ഇനി ഹോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഗൂണ്ടോളുണ്ട്. അതിന് വലിയൊരു ലെവൽ എത്തണം. പിന്നെ 30 ബാഡ്ജ് വേണം. ഇപ്പോൾ കറന്റ് അവൈലബിൾ അല്ല. നമുക്ക് അവിടെ പോർട്ടൽ ബിറ്റ്കോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ബാഡ്ജസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ ബാഡ്ജസ് കിട്ടാൻ എന്താണ്? ഇപ്പം എല്ലാ ബാഡ്ജസ് ഇല്ല, പക്ഷെ അവർ ബാഡ്ജസ് ഇനിയും വരുന്നുണ്ട്. പക്ഷെ കുറേ ബാഡ്ജസ് കിട്ടാൻ നല്ല പാടാണ്. ഡിസ്കോഡ് നന്നായി ഗ്രൈൻഡ് ചെയ്യണം. ഇവിടെ ആകെ ഗ്രൈൻഡ് ചെയ്യാൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുക? അടുത്ത മെസ്സേജുള്ള ഗ്യാപ്പ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാഡ്ജസ് കളക്ട് ചെയ്യുന്നതിനൊപ്പം പോയിന്റ് കളക്ട് ചെയ്യുന്നതിനൊപ്പം ഈ ഒരു ടയർ കൂടി ഇമ്പോർട്ടൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നമ്മളിവിടെ സ്റ്റോറി പ്രോട്ടോകോളിൽ കണ്ട പോലെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ടയർ എത്തുന്ന ആൾക്ക്, ഇപ്പോൾ ടയർ 6 ടയർ 7 ഒക്കെ എത്തുന്ന ആൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ ലൊക്കേഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരിക്കും. കാരണം ഒരുപാട് പേര് ഒന്ന് ഫോൾ ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് PGN 3 ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ടയർ 7 എത്തിപ്പെടാം. പക്ഷേ 2500 മെസ്സേജ് ഒക്കെ അയക്കണം. 2500 മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ 2500 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ചിലപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലോക്ക് ഒക്കെ ആയി പോകും, ടൈം ഔട്ട് കിട്ടും. എനിക്കൊക്കെ തുടക്കം അയച്ച പിന്നെ എയർ ഡ്രോപ്പ് എന്ന് കീവേഡ് യൂസ് ചെയ്തപ്പോൾ എന്തോ എനിക്ക് ടൈം ഔട്ട് കിട്ടണമെന്ന്. അപ്പോൾ അത് മാത്രമല്ല 50 ഡേ ഡെയിലി സ്പിൻ സ്ട്രീക്ക് കാണാം. 50 എന്ന് പറഞ്ഞാൽ 100 പ്ലൂൺ ടോക്കൺ വേണ്ട വരും എന്ത് ചെയ്യാനായിട്ട്? 50 ഡേ ഡെയിലി സ്പിൻ സ്ട്രീക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഡെയിലി സ്പിൻ സ്ട്രീക്ക് 50 ഡേ ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി വന്നിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിയിലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ ലെവൽ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ സ്പിന്നിങ് ആലോചിക്കുക. അതുപോലെ തന്നെ ഇനി വരാൻ പോണ പുതിയ ക്വസ്റ്റുകളിൽ ലെവലപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ക്വസ്റ്റുകൾ വരണമെങ്കിൽ എന്ത് ചെയ്യും? അത് ഇവിടെ ചെക്ക് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് ക്ലിയർ ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ഗ്രൂപ്പിൽ വന്നാൽ മതി. എനിക്കിഷ്ടം കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ റിപ്ലൈ തരാം. വീഡിയോയ്ക്ക് ഭാഗ്യമാണെങ്കിൽ റീച്ച് കിട്ടും. ഒരുപാട് ആൾക്കാർ കാണും. ഒരുപാട് ആൾക്കാർ ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു 150 മില്യൺ ടോക്കൺ ഇത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 150 മില്യൺ ചിലപ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്യും? ഈ ഓരോ ലെവൽ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? കൂടുതലും ഡിവൈഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ ഗ്രൈൻഡ് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക് എടുക്കുക. ഡെയിലി മിസ്സാക്കാനുള്ള ചാൻസുകളൊന്നും ഇല്ല. അതായത് ഡെയിലി സ്പിൻ ചെയ്യാനുള്ള ചാൻസുകൾ നിങ്ങൾ സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്ത് മാത്രം ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുക. പിന്നെ ലീഡർ ബോർഡ് ഞാൻ എല്ലാ പോയിന്റും കിട്ടി, പക്ഷേ ലീഡർ ബോർഡ് അപ്ഡേറ്റ് ആയിട്ടില്ലോ എന്ന് പറഞ്ഞ് പരിഭവിക്കേണ്ട. കാരണം
5 മണിക്ക് അല്ലെങ്കിൽ 5:30ക്കാണ് എന്ത് ചെയ്യുക ലീഡർ ബോർഡ് അപ്ഡേറ്റ് ആവുക. അപ്പോൾ കാലത്ത് എപ്പോഴെങ്കിലും 8 മണി 10 മണിയാകുമ്പോൾ നോക്കിയാൽ മതി നിങ്ങളുടെ ലീഡർ ബോർഡ് എവിടെയാണ് കിടക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്യാത്തവർക്കും മെയിൻ നെറ്റിൽ റിവാർഡ് ഉണ്ട്. അത് ഇവർ ഓൾറെഡി എന്തുണ്ട് ഇവിടെ ജെനസിസിൻ്റെ പേജിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഒരു രീതിയിലും പേടിക്കേണ്ട, ഈ ഒരു ടോക്കൺ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്, വാല്യൂ ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ആരും മിസ് ചെയ്തെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഗ്രൂപ്പിൽ വരിക. ബൈ ബൈ.